എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പോൾ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത്. നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗി അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് കഴിഞ്ഞ രോഗി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമുക്ക് നമ്മുടെ ബ്ലോക്കുള്ള രക്തധമനികൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെന്റിനെ ഡിപ്ലോയ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കേറ്റഡ് സ്റ്റെന്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ഒരു ഫോറിൻ ബോഡിയാണ്. അപ്പൊ ഈ ഫോറിൻ ബോഡി നമ്മുടെ രക്തധമനികളുടെ ഉള്ളിൽ വെക്കുമ്പോൾ ആദ്യത്തെ 24 hours ക്രൂഷ്യലാണ്. നമുക്ക് ഈ രക്തധമനികളുടെ അല്ലെങ്കിൽ സ്റ്റെന്റിന്റെ ഉള്ളിൽ പിന്നെയും ബ്ലോക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ വരാതിരിക്കാൻ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. 24 hours നമ്മൾ CCU കിടത്തി രോഗിയെ നിരീക്ഷിക്കും. ഇതെല്ലാം കഴിഞ്ഞ് രോഗി പരിപൂർണ ആരോഗ്യാവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഒരു ഡോക്ടർ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിടുന്നത്. അപ്പൊ വീട്ടിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒന്നാമത്, നമ്മൾ മരുന്ന് എഴുതി തന്നിരിക്കുന്നത് കൃത്യമായിട്ട് കൃത്യസമയത്ത് കഴിക്കണം. 2, നമ്മൾക്ക് ഹാർട്ടിന് ലോഡ് ഉണ്ടാക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കാം. ഹാർട്ടിന് ലോഡ് ഉണ്ടാക്കുന്ന അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ഒരു യൂഷ്വലി നമ്മൾ MI വന്ന് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് വീട്ടിൽ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് രോഗിയെ ഫോളോ അപ്പിന് വേണ്ടി വിളിക്കാറ്. അപ്പൊ ആ കാലയളവിൽ നമ്മൾ കഠിനമായിട്ടുള്ള ജോലികൾ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സേർഷൻ വരുന്ന ജോലികൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് കുത്തനെയുള്ള സ്റ്റെപ്പ് കയറുക, ഭാരങ്ങൾ എടുക്കുക, കുനിഞ്ഞ് വെയിറ്റ് എടുക്കുക. സ്ത്രീകളാണെങ്കിൽ വെള്ളം കോരുക, അലക്കുക, മിറ്റം അടിക്കുക, അങ്ങനെയുള്ള കഠിനമായ ജോലികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. പുരുഷന്മാരാണെങ്കിൽ സൈക്കിൾ ചവിട്ടുക, ഏണി കയറുക, മറ്റുള്ള ഭാരമുള്ള വസ്തുക്കൾ എടുക്കുക, കുട്ടികളെ എടുത്ത് പൊക്കുക, അങ്ങനെയുള്ള ആയാസം ഉണ്ടാക്കുന്ന പണികളിൽ നിന്ന് കഴിവതും വിട്ടു നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ അവസ്ഥകളൊക്കെ ഹാർട്ടിന്റെ ലോഡ് കൂട്ടും. അപ്പോൾ അത് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണങ്ങൾ ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ കഴിക്കാൻ പാടില്ല. അപ്പോൾ അറ്റാക്ക് വന്ന രോഗികൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണ രീതികളുണ്ട്. ഉദാഹരണത്തിന് ഷുഗറുള്ള രോഗികളാണെങ്കിൽ ഡയബറ്റിക് ഡയറ്റ് ഫോളോ ചെയ്യണം. പിന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. പിന്നെ വറുപൊരി സാധനങ്ങൾ, പ്രഷർ കൂട്ടുന്ന ഭക്ഷണങ്ങൾ, ഇതെല്ലാം നമ്മൾ കഴിവതും ഒഴിവാക്കുക ചെയ്യുക. നമ്മൾ വയറ് 3 നേരം വയറ് നിറച്ച് കഴിക്കുന്നതിന് പകരം നമ്മൾ അഡ്വൈസ് ചെയ്യുക 4-5 നേരമായിട്ട് വയറ് പാതി നിറയുന്ന രീതിയിൽ കഴിക്കാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. പിന്നെ രോഗികൾക്കുള്ള പൊതുവേ ഉള്ള ഒരു സംശയമാണ് മദ്യപിക്കാമോ അല്ലെങ്കിൽ പുകവലിക്കാമോ എന്നുള്ളത്. അപ്പോൾ മദ്യപാനം, പുകവാലി എന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് വലിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ പുകവലിയാണ് പിൽക്കാലത്ത് നമ്മൾ ഹാർട്ട് അറ്റാക്കിലേക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക് ഓൾറെഡി വന്നു, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്തി നമ്മളതിൻ്റെ മെഡിക്കേഷനിലാണെങ്കിൽ നമ്മൾ കഴിവതും പുകവലിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും ഒഴിവാക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രക്തധമനികളിൽ പിന്നെയും ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ആൾക്കാർക്ക് വരുന്ന ഒരു സംശയമാണ് നമുക്ക് ഫിസിക്കൽ ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുമോ, അതിനെന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറ് ആദ്യത്തെ 2 ആഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ 1 മാസം കംപ്ലീറ്റ്ലി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. പിന്നെ ആളുകൾക്ക് വരുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇതാണ് ഒത്തിരി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞൊരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ധാരാളം വിസിറ്റേഴ്സ് വരാറുണ്ട്. വിസിറ്റേഴ്സ് വന്ന് ഓരോ വിസിറ്റേഴ്സും വന്നിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ, എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഈ രോഗി വേണം മറുപടി പറയാൻ. അപ്പോൾ ഓരോരുത്തരോടും വന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞ് അവസാനം ആള് ശ്വാസം മുട്ട് അല്ലെങ്കിൽ ഹാർട്ടിന്റെ ലോഡ് കൂട്ടുന്ന അവസ്ഥയിലേക്ക് പിന്നെയും പോകും. അപ്പൊ കഴിവതും നമ്മൾ വിസിറ്റേഴ്സിനെ ഇത് അവോയ്ഡ് ചെയ്യുക.
ഫോർ സം ടൈം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മരുന്നുകൾ മുടങ്ങാതെ കൃത്യമായിട്ട് കഴിക്കുക, കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ഇത്രയാണ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ബൈപ്പാസ് കഴിഞ്ഞ രോഗികളാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായിട്ടുള്ള സർജറിയാണ്. അപ്പോൾ നമ്മുടെ പുറമേ നമ്മുടെ ചെസ്റ്റ് വാളിലൊരു മുറിവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ അത് ആൻജിയോപ്ലാസ്റ്റിയേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ മുറിവ് ഹീലാവുന്നത് വരെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ഈ പറഞ്ഞ ഭക്ഷണ രീതികളും ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ ബൈപ്പാസ് കഴിഞ്ഞ രോഗികൾക്ക് നമുക്ക് എടുക്കാനുണ്ട്. പിന്നെ ശക്തിയായ തുമ്മൽ അല്ലെങ്കിൽ ചുമ ഇതൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ പല പല ക്ലാംപ്സും സ്യൂച്ചേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വിടുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പ്രത്യേകം പെട്ടെന്ന് ആശുപത്രി എത്തിക്കാനും ചികിത്സിച്ച ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരാനും ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് ഫോളോ അപ്പ് ചെയ്യണം, മരുന്ന് മുടക്കുകയും ചെയ്യണം. ഇത്രയാണ് ചെയ്യാനുള്ളത്. താങ്ക് യു.